വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഷമാം പുളിശ്ശേരി, മസ്ക് മെലൻ പുളിശ്ശേരി. ഞാൻ വാവാസ് കുസിനിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. മസ്ക് മെലൻ. ഇനി നമുക്ക് ഈ മസ്ക് മെലൻ്റെ പകുതി ഭാഗം പകുതി ഭാഗം മസ്ക് മെലനാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതിൻ്റെ കുരുവും തോലും കളഞ്ഞ് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഷമാം നമ്മൾ ഈ ചട്ടിയിലോട്ട് കട്ട് ചെയ്ത് വെച്ചു. ഇനി അതിനകത്തോട്ട് ഒരു 3 പച്ചമുളക് ഇട്ട് കൊടുക്കണം. ഒരു കതുപ്പ് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് ഇതാദ്യമായിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഓക്കെ, വേകുമ്പോഴത്തേക്ക് നമുക്കതിൻ്റെ അരപ്പ് റെഡിയാക്കാം. ഒരു 3/4 സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക. ഒരു 1/2 സ്പൂൺ ഇഞ്ചിയുടെ പേസ്റ്റ് എൻ്റെ ഇരിക്കുന്നത് അതിട്ട് കൊടുക്കുക. കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഒരു 3/4 ബൗൾ തേങ്ങയുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് ആദ്യമായിട്ടൊന്ന് അരയ്ക്കാം. നമ്മളത് ഫൈനായിട്ട് അരച്ചു. ഇനി അതിനകത്തോട്ട് ഇതിന് ഒരു ബൗൾ നല്ല കട്ട തൈരും കൂടെ ഒഴിച്ച് ഒന്നും കൂടെ നമുക്ക് ചെറുതായിട്ടൊന്ന് അടിച്ചുകൊണ്ട് വരാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നമ്മുടെ കഷ്ണം വെന്തു. അത് വെള്ളമൊക്കെ പറ്റി ഇതെല്ലാം നല്ല വൃത്തിയായിട്ട് വെന്തു. ഇനി അതിനകത്തോട്ട് നമ്മൾ അരച്ച പേസ്റ്റ് ഉണ്ടല്ലോ അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് ഒഴിച്ചതിന് ശേഷം തിളയ്ക്കാൻ പാടില്ല. നല്ല ചൂടായിട്ടിരുന്നാൽ മതി. അത് വൃത്തിയായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം. വെളിച്ചെണ്ണ ചൂടായി അതിനകത്തോട്ട് കടുക് ഇട്ട് കൊടുക്കാം. ആ കടുക് പൊട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് അതിനകത്തോട്ട് ഉള്ളി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് 2ആയിട്ട് പൊളച്ചത്. ഇതെല്ലാം കൂടെ നമുക്ക് മൂപ്പിച്ചെടുക്കാം. മൂത്ത് തുടങ്ങി അതിനകത്തോട്ട് 1 സ്പൂൺ മഞ്ഞളിട്ട് കൊടുക്കാം. അതും കൂടെ ഒന്ന് മുരിച്ചെടുക്കാം. സ്പൂൺ ഉലുവപ്പൊടിയും ഇട്ട് കൊടുക്കണം. എല്ലാം കൂടെ നമുക്ക് യോജിപ്പിച്ചെടുക്കാം. കടുക് വറുത്ത് വെച്ചേക്കുന്നത് നമുക്ക് ആ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഷമാം പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്ത് മഞ്ഞൾ കാണാം, അതുകൂടെ ഒന്ന് കലക്കി അങ്ങോട്ട് ഒഴിക്കുക. എല്ലാം കൂടെ നമുക്ക് വൃത്തിയായിട്ട് യോജിപ്പിച്ചെടുക്കാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന്. ഇതുപോലെ ഷമാം വെച്ച് പുളിശ്ശേരി ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ? ഒന്ന് ഉണ്ടാക്കി കഴിച്ചേ. ഈ ഫ്രൂട്ട് വെച്ച് മാമ്പഴ പുളിശ്ശേരി പോലെ ഇരിക്കും. മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയതും ഈ ഷമാം വെച്ച് ഞാനൊരു ഡെസേർട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങളൊന്ന് നോക്കണം. നല്ല സ്വാദിഷ്ടമായ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഷമാം പുളിശ്ശേരി നല്ല കുറുകിയിരിക്കും. അങ്ങോട്ട് ചോറിൻ്റെ കൂടെ അങ്ങോട്ട് കൊടുത്താൽ പിള്ളേർ ആ പ്ലേറ്റ് കാലിയാക്കി തരും. നല്ല സ്വാദിഷ്ടമായ എന്നാൽ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളതാണ്. ഈ ഷമാം എന്ന് പറയുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. അത് വെച്ചൊന്ന് നമ്മളൊരു പുളിശ്ശേരി ഉണ്ടാക്കിയേക്കുക. ഉള്ളവരോട്ട് ഒരല്പം മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാമെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും. ഇനിയും ഇതേപോലെ നല്ലൊരു റെസിപ്പിയുമായി കടന്നു വരുന്നിടം വരെ ഏവർക്കും താങ്ക്സ്.